നമസ്കാരം. ഈ വർഷം ഏതാണ്ട് ഒക്ടോബർ മാസത്തോടുകൂടി ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും എന്ന കാര്യം നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. കാരണം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇനി ഈ വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ വർഷം രണ്ട് നിയമസഭകളിലേക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ BJPയും അതുപോലെ തന്നെ മറ്റ് മുന്നണികളും പ്രതിപക്ഷ മുന്നണികളുമെല്ലാം നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വമ്പൻ പ്രഖ്യാപനവുമായിട്ടാണ് ഭരണപക്ഷം മുഖ്യമന്ത്രി നിതീഷ് കുമാർ രംഗത്ത് വന്നത്. അത് സർക്കാർ ജോലികളിൽ 30% സംവരണം വനിതകൾക്ക് നൽകും എന്നുള്ളതായിരുന്നു. മാത്രമല്ല, ഈ യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട്, കർഷകരെ ലക്ഷ്യമിട്ടുകൊണ്ട് ധാരാളം ക്ഷേമ പദ്ധതികളടക്കം കോടിക്കണക്കിന് രൂപയുടെ ക്ഷേമ പദ്ധതികൾ കഴിഞ്ഞ ദിവസം നിതീഷ് കുമാർ പ്രഖ്യാപിച്ചിരുന്നു. അതോടുകൂടി യുവാക്കളുടെയും സ്ത്രീകളുടെയും ഇടയിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ NDA സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ മറ്റൊരു വലിയ പ്രഖ്യാപനവുമായി ബീഹാർ ഗവൺമെൻറ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, 125 യൂണിറ്റ് വൈദ്യുതി എല്ലാവർക്കും സൗജന്യമായി, ഗാർഹിക ഉപഭോക്താക്കൾക്ക് സൗജന്യമായി നൽകുക എന്നതാണ് പദ്ധതി. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പദ്ധതിയാണ്. കാരണം 125 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് വൈദ്യുതി ചാർജ് നൽകേണ്ടതില്ല എന്ന പ്രഖ്യാപനമാണ്. ഓഗസ്റ്റ് 1 മുതൽ ആ പദ്ധതി നടപ്പിൽ വരുത്തും എന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ഏതാണ്ട് 1.67 കോടി കുടുംബങ്ങളെ ബാധിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് 1.67 കുടുംബങ്ങൾക്ക് വലിയ രീതിയിൽ ആശ്വാസം നൽകുന്ന ഒരു പദ്ധതിയാണ്. അവർക്ക് ഈ വൈദ്യുതി ബില്ല് 0 എന്നുള്ളതാണ് ഈ പദ്ധതി നടപ്പിൽ വന്നു കഴിഞ്ഞാൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്കാര്യത്തിൽ അന്തിമമായ തീരുമാനം സർക്കാർ കൈക്കൊണ്ട് ഈ പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയുമാണ് എന്നുള്ളതാണ്. ബീഹാറിനെ പോലുള്ള ഒരു സംസ്ഥാനം, ഇപ്പോഴും ബീഹാർ സംസ്ഥാനം ഒരു പിന്നോക്കാവസ്ഥയിലുള്ള സംസ്ഥാനമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ആ സംസ്ഥാനം ഇത്തരത്തിൽ 125 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതിന് പിന്നിൽ ഒരു വലിയ അധ്വാനമുണ്ട്, ഒരു വലിയ നഷ്ടം സംസ്ഥാന ഖജനാവ് സഹിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സൗജന്യങ്ങൾ നൽകുന്നതിനോട് BJPയും NDAയും ഒക്കെ എതിരാണ്. എങ്കിൽ കൂടിയും ഇത് ഈ പറയുന്ന ഇത്രയധികം കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്ന പദ്ധതി ആയതുകൊണ്ട് സർക്കാർ ഇത് പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വലിയ ചർച്ചകൾക്കൊടുവിലാണ് ഈ പദ്ധതിക്ക് അന്തിമ രൂപം നൽകുന്നത്. അതായത് ബീഹാറിൽ ഇങ്ങനെ ഒരു സൗജന്യം ആളുകൾക്ക് കൊടുക്കാൻ കാരണം ബീഹാർ ഊർജ്ജ രംഗത്ത് അടുത്ത കാലത്തായി നേടിയ പുരോഗതി തന്നെയാണ്. അതായത് റിന്യൂവബിൾ എനർജി രംഗത്ത്, അതായത് സൗരോർജ്ജ മേഖലയിൽ ആ സംസ്ഥാനം വലിയ മുന്നേറ്റങ്ങൾ നടത്തിയിരുന്നു. ആ മുന്നേറ്റങ്ങളുടെ പാതയിലാണ് ആ സംസ്ഥാനം. കൂടുതൽ സൗരോർജ്ജ കേന്ദ്രങ്ങൾ നിർമ്മിക്കുക, സൗരോർജ്ജ വൈദ്യുതി വർദ്ധിപ്പിക്കുക, ഇതൊക്കെയാണ് സംസ്ഥാനം ലക്ഷ്യമിടുന്നത്. ആ ലക്ഷ്യത്തിൽ കുറച്ച് അധികം നേട്ടങ്ങൾ സംസ്ഥാനം നേടിയിട്ടുണ്ട്. ആ നേട്ടത്തിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആ ഗവൺമെൻറ് നൽകുന്നത്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ കണ്ടുപഠിക്കേണ്ട ഒരു തീരുമാനം കൂടിയാണത്. കാരണം ഏറ്റവും കൂടുതൽ കറണ്ട് ചാർജ് അല്ലെങ്കിൽ വൈദ്യുതി ചാർജ് ഈടാക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ വൈദ്യുതി ഉപഭോക്താക്കളുടെ നട്ടലൊടിക്കുകയാണ് കേരളത്തിലെ വൈദ്യുതി വിതരണ രംഗത്തെ കുത്തകയായ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി നിരവധി തവണ വൈദ്യുതി ചാർജ് കേരളത്തിൽ വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. എന്നിട്ടും ബോർഡ് നഷ്ടത്തിലാണ്. അതുമാത്രമല്ല, കേരളത്തിലെ മുൻഗണന, കേരളത്തിൽ ആവശ്യമുള്ള വൈദ്യുതിയുടെ ഏതാണ്ട് 70% പുറത്തുനിന്ന് ബോർഡ് വാങ്ങുകയാണ്. ഇവിടെ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. കേരളത്തിലെ ചർച്ചയും അതൊന്നുമല്ല. ഭാരതാംബ വിഷയം, അതുപോലെ തന്നെ ഗുരുപൂജ വിഷയം, അതോടൊപ്പം തന്നെ വേടൻ്റെ പാട്ട് പഠിപ്പിക്കണമോ വേണ്ടയോ, ഇതൊക്കെയാണ് കേരളത്തിൽ ഗൗരവമായി നടക്കുന്ന ചർച്ചകൾ. സത്യത്തിൽ കേരളത്തിൻ്റെ ഊർജ്ജ ആവശ്യമെന്ന് പറയുന്നത് വളരെ ഗൗരവകരമായി പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. 70% നമ്മുടെ രാജ്യത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ കേരളം ഇരുട്ടിലാകും എന്ന സ്ഥിതിവിശേഷമുണ്ട്. നമുക്കറിയാം, ഈ അടുത്ത കാലത്താണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു സൈനിക നടപടി പോലും, ഒരു സംഘർഷം പോലും ഉണ്ടായത്. ഈ സംഘർഷത്തിൽ നമ്മുടെ വൈദ്യുതി കേന്ദ്രങ്ങൾക്കോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ വൈദ്യുതി ഗ്രിഡുകൾക്കോ എന്തെങ്കിലും തകരാറ് പറ്റിയാൽ കേരളം ഇരുട്ടിലാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അന്യ സംസ്ഥാനങ്ങളെ ഉപ്പു മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്കായി ആശ്രയിക്കുന്ന കേരളം ഇപ്പോൾ വൈദ്യുതിക്കും അത്തരം സംസ്ഥാനങ്ങളെ ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിലും ഊർജ ഉപഭോഗം നിറവേറ്റുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഊർജ്ജ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് കേരളത്തിൽ യാതൊരു ചർച്ചയും നടക്കുന്നില്ല എന്നത് വളരെ ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന്
മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.